ഭാര്യ മക്കളൊന്നും വേണ്ടല്ലേ? ശരിയാണ് പൈത്യം. ഭ്രാന്താണ്, മുഴുത്ത ഭ്രാന്ത്. നീ ഉണ്ടായി ചികിത്സിക്കന്നെ. കുറെ നേരമായിട്ട് നിന്നെ പേടിച്ചിട്ടുണ്ടോ ഇവിടെ ജീവിക്കാൻ? നീയും കൂടെ തുടങ്ങല്ലേ ഇങ്ങനെ. എന്തിനാ എത്ര ദേഷ്യപ്പെടുന്നേ? എന്ത് പറ്റി നിങ്ങൾക്ക്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയാമല്ലോ. ഒന്നുമില്ല, നീ കടന്നോ. നിങ്ങൾ രാവിലെ ഇട്ട ഷർട്ട് നിങ്ങൾ കഴുകിയല്ലേ? അതെന്തിനാ കഴുകിയത്? ചോര വല്ലതും പറ്റിയോ ബെൻസേ? ചോര? എന്ത് ചോര? എന്തോ കറയുണ്ട്. ഞാൻ കുറേ നോക്കി. കറയാവോ? അവനെ കിട്ടിയോ കൊന്നോ കുഴിച്ചു മുടിയൊന്നും നീ നോക്കേണ്ട കാര്യമില്ല. കത്തിച്ചോളെ കുടുംബത്തോടെ അറിയാലോ നിനക്ക് എങ്ങനെ. നിങ്ങൾ രാവിലെ ഇട്ട ഷർട്ട് നിങ്ങൾ കഴുകിയല്ലേ? അതെന്തിനാ കഴുകിയത്? ചോര വല്ലതും പറ്റിയോ ബെൻസേ? ഒരുത്തന്റെ ചോര വീണിട്ടാണെങ്കിലും ആ കുടുംബത്തിലെ കല്യാണം നടന്നില്ലടാ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴ ശക്തമായി തുടരും. 10 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. പത്തനംതിട്ട മുതൽ ഇടുക്കി വരെയും മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുമാണ് മഴ മുന്നറിയിപ്പ്. ഭവേഷ് ഷൺമുഖൻ ദാണ്ടെ ഓരോന്നൊക്കെ രജിസ്റ്ററിൽ എഴുതി വെച്ചിട്ട് ഇവന്മാരൊക്കെ എവിടെയെങ്കിലും പോവും. പവിയോ? അവൻ 2 ദിവസം മുമ്പ് ഒരു ഹോസ്പിറ്റൽ കേസിനോട് പോയല്ല. എടാ, പുതിയ പിള്ളേർ നമ്മുടെ കാലത്തെ പോലെ അല്ലടാ. അത് നീ ആദ്യം മനസ്സിലാക്കണോടാ. പിന്നെ അവ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ വരുവാടാ. നാളെയും വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലേ നമുക്കൊരു പരാതി കൊടുക്കാൻ സ്റ്റേഷനിൽ. ഇപ്പോഴത്തെ പിള്ളേരെ ഓരോ പൊടിയൊക്കെ വലിച്ചു കയറ്റി. എന്ത് പൊടിയടാ? സ്റ്റാർ സ്പീഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മാതിരി കീടങ്ങളൊക്കെ വലിച്ചു കയറ്റി ബോധമില്ലാതെ അവിടെ ഇവിടെയൊക്കെ പോയി കിടക്കും. ബോധം തെളിയുമ്പോൾ 3-4 ദിവസം കഴിയുമ്പോൾ വീട്ടിലും വരും. ഇതൊക്കെ സ്ഥിരം ഏർപ്പാടാണ്. ഇതൊക്കെ നമ്മൾ എത്ര കാണുന്ന ബെൻസേ, അല്ലേടോ? പിന്നല്ലാതെ. ബെൻസേ, നീ മഴ നനഞ്ഞ് നടക്കാതെ എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് ഇല്ല. നീ ഒരു കാര്യം ചെയ്യും, ശ്യാമിനെ പോയിക്കൊണ്ടൊരു പരാതി എഴുതി കൊടുക്കും. എടാ, ഞങ്ങൾക്കൊരാവശ്യം വന്നപ്പോൾ നീ ഞങ്ങളുടെ കൂടെ നിന്നില്ലേ? നിനക്കൊരാവശ്യം വന്നാൽ പോലീസ് കൂടെ ഉണ്ടാ. എൻ്റെ മകൻ പയ്യൻ്റെ പേരെന്താ? പവി. ഇടുക്കി മാർഷലീവ എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് 4ാം വർഷ വിദ്യാർത്ഥിയാണ്. കഴിഞ്ഞ ദിവസം 23/5/2024 കോളേജ് ഹോസ്റ്റലിൽ നിന്ന് സ്വന്തം ബൈക്കിൽ പൾസർ റെഡ് കളർ. എന്താ മനസ്സേ? സാറേ, ആ ബൈക്ക് എൻ്റെ മോൻ്റെ ബൈക്ക് പോലെ തോന്നുന്നു. ഇതൊക്കെ 2-3 മാസമായിട്ട് യാർഡ് കിടക്കുന്ന വണ്ടികളാ. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ വിളിക്കാം മനസ്സേ. നീ വിട്ടോ.
എന്താ ഇത് മഴ മൊത്തം നനഞ്ഞ ഇതൊക്കെ ആർക്ക് വേണ്ടിയാ? അവനെ കാണാൻ ഹോസ്റ്റലിൽ പോയിരുന്നോ? അതെ ബെൻസേ, നാളെ ഞാൻ കൂടി വരാം. നമുക്ക് ഒരുമിച്ച് പോവാം. ഇനി വഴക്കൊന്നും വേണ്ട കേട്ടോ ഈ വീട്ടില്.